നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ്യത എന്തുമാകട്ടെ, ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കണമെങ്കിൽ ഉടനെ അപേക്ഷിച്ചോളൂ. കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാം. കൈ നിറയെ ശമ്പളം. 1. വാട്ടർ അതോറിറ്റിയിൽ. കേരള സർക്കാരിന് കീഴിൽ വാട്ടർ അതോറിറ്റിയിൽ ജോലി അവസരം. ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജർ തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. PSC നേരിട്ട് നടത്തുന്ന നിയമനമാണിത്. ആകെ 2 ഒഴിവുകളാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് PSC വെബ്സൈറ്റ് മുഖേന ഡിസംബർ 4 വരെ അപേക്ഷിക്കാം. കാറ്റഗറി നമ്പർ 371/2024. യോഗ്യത, ശമ്പളം, പ്രായപരിധി, മറ്റ് വിവരങ്ങൾക്കായി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. 2. കയർഫെഡ്. കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ അവസരം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർഫെഡിന് കീഴിൽ സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് നിയമനം നടക്കുന്നത്. ആകെ 3 ഒഴിവുകളാണുള്ളത്. കേരള PSC നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണിത്. ഉദ്യോഗാർത്ഥികൾക്ക് ഡിസംബർ 4 വരെ അപേക്ഷിക്കാം. തസ്തിക ഒഴിവ്: കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. കാറ്റഗറി നമ്പർ 378/2024. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. 3. കേരള ചെറുകിട വ്യവസായ കോർപ്പറേഷൻ. കേരള സർക്കാർ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റ് നിയമനം. കേരള ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിൽ ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് PSC മുഖേനയാണ് നിയമനം നടക്കുന്നത്. ആകെ 16 ഒഴിവുകളാണുള്ളത്. BCom യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഡിസംബർ 4 വരെ. തസ്തിക: കേരള ചെറുകിട വ്യവസായ വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ ലോവർ ഡിവിഷൻ അക്കൗണ്ടൻറ്റ് റിക്രൂട്ട്മെൻറ്റ്. കാറ്റഗറി നമ്പർ 382/2024. ITBP. കേരള സർക്കാരിന് കീഴിൽ ഇൻഡോ ഡിപെൻഡൻറ്റ് ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് ജോലി നേടാൻ അവസരം. കോൺസ്റ്റബിൾ പോസ്റ്റിൽ ആകെ 545 ഒഴിവുകളാണുള്ളത്. 10ാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. മാത്രമല്ല സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും കൈവശമുണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നവംബർ 6 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രായപരിധി 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവുണ്ട്. ഈ പറഞ്ഞ എല്ലാ പോസ്റ്റിൻ്റെയും ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. 1. നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിൽ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ഒഴിവ്. യോഗ്യത: 10ാം ക്ലാസ്, ANM സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, കേരള നേഴ്സ് ആൻഡ് മിഡ്വൈറീസ് കൗൺസിൽ രജിസ്ട്രേഷൻ. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം നവംബർ 6 9 മണിക്ക് ഹാജരാകുക. ബന്ധപ്പെടേണ്ട കോൺടാക്റ്റ് നമ്പർ 048642222670. കെയർടേക്കർ. ആലപ്പുഴ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൻ്റെ ചെങ്ങന്നൂർ സൈനിക വിശ്രമ കേന്ദ്രത്തിൽ പാർട്ട് ടൈം കെയർടേക്കറുടെ ഒഴിവ്. നവംബർ 8 അപേക്ഷിക്കണം. പ്രദേശവാസികളായ വിമുക്ത ഭടന്മാർക്കാണ് അവസരം. കോൺടാക്റ്റ് നമ്പർ 04772245,673. ഡ്രൈവർ കം അറ്റൻഡർ. കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 11 ബ്ലോക്കുകളിൽ ഡ്രൈവർ കം അറ്റൻഡർ നിയമനം. യോഗ്യത: 10ാം ക്ലാസ്, ഡ്രൈവിംഗ് ലൈസൻസ്. യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുമായി നവംബർ 5, 6 തീയതികളിൽ 11 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകുക. കോൺടാക്റ്റ് നമ്പർ 04812563,726. ലൈബ്രറിയൻ. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഒഴിവ്. അഭിമുഖം നവംബർ 6 11 മണിക്ക്. യോഗ്യത: 10ാം ക്ലാസ്, +2, മെഡിക്കൽ റെക്കോർഡ് സയൻസിൽ ഡിപ്ലോമ. ശമ്പളം പ്രതിദിനം 720 രൂപ. സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, തിരിച്ചറിയൽ രേഖ സഹിതം ഹാജരാകുക. അടുത്തത് തെറാപ്പിസ്റ്റ്. ആലപ്പുഴ നാഷണൽ ആയുഷ് മിഷനിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികയിൽ ഒഴിവ്. പുരുഷന്മാർക്കാണ് അവസരം. കരാർ നിയമനം. ഇൻ്റർവ്യൂ നവംബർ 5. ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ്. പ്രായപരിധി 40. ശമ്പളം 14,700. അധ്യാപക ഒഴിവ്.
ഫോർട്ട് കൊച്ചി സെൻട്രൽ കൽപ്പത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST അറബിക് അധ്യാപക ഒഴിവ്. അഭിമുഖം നവംബർ 5-ന്. കോതമംഗലം നെല്ലിക്കുഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നവംബർ 6-ന്. കോതമംഗലം കുട്ടപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നവംബർ 7-ന് 10 മണിക്ക്. കോതമംഗലം പല്ലാരിമംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നവംബർ 7-ന്. ആലപ്പുഴ മാവേലിക്കര ഇറവങ്കര ഗവൺമെൻറ് VHSLCയിൽ UP വിഭാഗം അധ്യാപക ഒഴിവ്. അഭിമുഖം നവംബർ 6-ന് 10:30-ന്. തിരുവനന്തപുരം ഇളമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗം ഹിന്ദി ഗണിതം അധ്യാപകരുടെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം നവംബർ 6-ന് 10 മണിക്ക്. കോൾ ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഒഴിവ്. കേന്ദ്ര കൽക്കരി മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമായ കോൾ ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ഒഴിവ് 640 ഒഴിവുണ്ട്. ഗേറ്റ് 2024 പരീക്ഷയിൽ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. ഇന്ത്യയിൽ എവിടെയുള്ള സബ്സിഡി ഡയറി കമ്പനികളായിരിക്കും നിയമനം ആഗ്രഹിക്കുന്ന സ്ഥലം അപേക്ഷയിൽ ഉൾപ്പെടുത്താനുള്ള സൗകര്യമുണ്ട്. വിഷയങ്ങളും ഒഴിവുകളും മൈനിങ് 263, സിവിൽ 91, ഇലക്ട്രിക്കൽ 102, മെക്കാനിക്കൽ 104, സിസ്റ്റം 41, ENT 39. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്, 60% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ITI ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും MCAയും. ശമ്പളം 50,000 രൂപ. 1 വർഷമായിരിക്കും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ 60,000 തൊട്ട് 1,80,000 രൂപ വരെ ശമ്പള സ്കെയിൽ E3 ഗ്രേഡ് തസ്തികയിൽ സ്ഥിരപ്പെടുത്തും. പ്രായം 30 വയസ്സ് കവിയരുത്. 2024 സെപ്റ്റംബർ 30-ന് അടിസ്ഥാനപ്പെടുത്തി SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC-ക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷം വരെ. SC 15, OBC 13. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവുണ്ടായിരിക്കും. ഫീസ് ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 1,180 രൂപ ഓൺലൈനായി അടയ്ക്കണം. തിരഞ്ഞെടുപ്പ് ഗേറ്റ് 2024 പരീക്ഷയുടെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയാവും. നിയമനം ലഭിച്ച് 60 മാസം വരെയെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഇതിനായി 3 ലക്ഷം രൂപയുടെ ബോണ്ട് ഉണ്ടായിരിക്കണം. അപേക്ഷ 2024 ഒക്ടോബർ മാസം 29 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഫോട്ടോ, ഒപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അവസാന തീയതി 2024 നവംബർ 28. വിശദ വിവരങ്ങൾക്ക് www.callindia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.